എല്ലാവർക്കും നമസ്കാരം. അപ്പം എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ വാമപ്പുകളെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. വാമപ്പ് പക്ഷേ കാണിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ കറൻ്റ്ലി എന്ത് വാമപ്പാണ് ചെയ്യുന്നതെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം ശ്രുതി വെക്കാം. ഇത് F ആണ് കേട്ടോ. എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. കാരണം ദാറ്റ് ഹ എന്നുള്ള സൗണ്ട് നമ്മുടെ അബ്ഡോമിനൽ ബ്രീത്തിങ്ങിനെ കുറച്ച് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസിലി എല്ലാ ശ്രുതിയിലും നമ്മൾക്ക് പാടാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് F അല്ലേ, ഇനി ഇതേ പിന്നെ ഈ രണ്ട് സൗണ്ട്, അതായത് ലിപ്പ് ആൻഡ് ടങ് ട്രിൽസിനെ കുറിച്ച് പണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒന്ന് നമ്മുടെ സൗണ്ടിന് വേണ്ടിയിട്ട് ഹൈ പിച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റൊന്ന് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ലിപ്പ് ആൻഡ് ടങ് ട്രിൽസ്. ഇത് അപ്പോൾ ഇതിപ്പം F ആണ്. F ഷാർപ്പ്, G ഷാർപ്പ്, A ഷാർപ്പ്, B C ഷാർപ്പ്, D ഷാർപ്പ്, E ഇത്രയും ശ്രുതിയിൽ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യും. ഇതാണ് എൻ്റെ ഒരു വാമപ്പ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, അത് ഞാൻ കറൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കാനുണ്ട്. അതെനിക്കിപ്പോൾ ഇവിടെ പറയാനായിട്ട് ഞാൻ അത്രക്ക് ആയിട്ടില്ല. കാരണം ഞാനത് ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാനത് ഷുവർ ആയ ശേഷം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ സാധാരണ രാവിലെ എക്സസൈസ്, മെഡിറ്റേഷൻ, ബ്രീത്തിങ്, മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് മ്യൂസിക് പ്രാക്ടീസ്. ഇന്നത് നടന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ലേറ്റായ സ്ഥിതിക്ക് എൻ്റെ വാവപ്പ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനപ്പം F-ലാണല്ലോ, F ഷാർപ്പ്, ബാക്കി ശ്രുതികളിലെല്ലാം ഈ പ്രാക്ടീസ് ചെയ്യട്ടെ. ചെയ്തതിന് ശേഷം വരാം. ഓക്കെ.
sa re re ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga re re sa sa ha 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 sa sa re re ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga re re sa sa ha 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 എഫ് എഫ് ഷാർപ്പ് ജി ജി ഷാർപ്പ് പിന്നെന്താ എ ഷാർപ്പ് ബി വരെ. ഇനി അടുത്ത് നമ്മൾ സി ആണ്. സോ അപ്പം ഫീമെയിലിനെ സംബന്ധിച്ചോളം സി, സി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ് ഒക്കെ കുറച്ച് നമുക്ക് ആവിടം തൊട്ട് കുറച്ച് സ്ട്രെയിന് തോന്നാൻ പറ്റുന്ന മേഖലയാണ്. സോ ഞാൻ വെറുതെ എല്ലാ പിച്ചും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ എടുത്തിട്ടുണ്ട് വീഡിയോ, അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനത് ജസ്റ്റ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഒരിക്കലും ഇപ്പം കേസ് ചിത്രാമ്മ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇന്നൊരു പ്രാക്ടീസ് ചെയ്തു, ഇന്ന പിച്ചിൽ ചെയ്തു, ഇത്രയും മണിക്കൂർ ചെയ്തു എന്നാൽ നമുക്ക് നാളെ തൊട്ട് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഡോണ്ട് സ്ട്രെയിൻ യുവർ വോയിസ്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ തന്നെ സി ഷാർപ്പ്, ഡി ഷാർപ്പൊക്കെ മെയിൽ സോൺ ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേനും ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് സ്ട്രെയിൻ ആവും. അപ്പോൾ അത് കണക്ക് കൂട്ടി ഒരിക്കലും നമ്മൾ ഹാർഡായിട്ട് പുഷ് ചെയ്യാൻ പാടില്ല, വോയിസിൽ സ്ട്രെയിൻ ആക്കാൻ പാടില്ല കേട്ടോ. അപ്പം അതൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പതുക്കെ പതിയെ ഇപ്പോൾ ഒരു നോട്ടിൽ പർട്ടിക്കുലർ നോട്ട് നമുക്ക് ഭയങ്കര ഹാർഡാണ് ഹിറ്റ് ചെയ്യാനെങ്കിൽ പതുക്കെ ആ നോട്ടിലോട്ട് ജസ്റ്റ് തൊടുക, പിന്നെ പതിയെ നമുക്കത് സസ്റ്റെയിൻ ചെയ്യാം. അങ്ങനെയൊക്കെ ശ്രമിക്കുക, അല്ലാതെ പെട്ടെന്ന്. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയം, പണ്ടൊക്കെ എനിക്കറിയാം
അരമണിക്കൂർ മണിക്കൂർ കഴിയുമ്പോഴത്തേനും എൻ്റെ ശബ്ദം മൊത്തം അടയ്ക്കുമായിരുന്നു. ഐ ഫീൽ എക്സോസ്റ്റഡ് പണ്ട്. പക്ഷെ ഇപ്പം എനിക്കൊരു 2.5 hours ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട്. അത് ബൈ ഗ്രാജുവൽ പ്രാക്ടീസാണ് ഞാനത് അറ്റൈൻ ചെയ്തത്. സോ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം നിങ്ങളിപ്പം ഒരു 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്കൊരു 3 മണിക്കൂർ ഒരു കൺസേർട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ വളരെ 15, 20, 25, 30, 35, 40, 45, 50 അങ്ങനെ 1 മണിക്കൂർ 1.5 മണി അങ്ങനെ വളരെ ഗ്രാജുവലായിട്ട് മാത്രമേ ആ ഒരു ടൈം ആണെങ്കിലും കൂട്ടാവുള്ളൂ. കാരണം വോക്കൽ കോഡ് എന്ന് പറയുന്നത് മസിൽസാണ്. നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോഴും നമുക്കറിയാം വളരെ ഗ്രാജുവലായിട്ടല്ലേ നമ്മൾ വെയിറ്റ് എടുക്കുന്നത് കൂട്ടുന്നുള്ളൂ. ഓൾ ഓഫ് എ സഡൻ നമ്മൾ പോയി ഹെവി വെയിറ്റ് ഒരിക്കലും എടുക്കാറില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ വളരെ മിതത്വത്തോടു കൂടി വേണം നമ്മൾ പ്രാക്ടീസിന്. ഇപ്പം എന്ത് തരത്തിലുള്ള വോയിസ് വെച്ചിട്ടുള്ള ഇപ്പം ഞാനാണെങ്കിൽ ഇത് പലതും ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചത്. എന്നിരിക്കലും ഞാൻ ഒരിക്കലും എന്നെ തന്നെ അങ്ങനെ പുഷ് ചെയ്യാറില്ല. എനിക്ക് എത്രത്തോളം ഓരോ കാര്യങ്ങളും പറ്റും, ആ പറ്റുന്നത് അങ്ങനെ പതിയെ മാത്രമേ അതിനെ ഞാൻ കൂട്ടാനായിട്ട് ശ്രമിക്കാറുള്ളൂ. നിങ്ങളത് പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഒരു എ ഷാർപ്പിന് മേലെ ഒന്നും പാടില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പം കുറച്ച് എന്നെ തന്നെ ഇത് പറഞ്ഞ പോലെ ഗ്രാജുവലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് സി ആണ് കേട്ടോ. ഞാൻ ഷൗട്ട് ചെയ്തിട്ടല്ലല്ലോ, ഹൈ പിച്ചിലൊക്കെ എത്തിയപ്പോൾ കുറച്ച് മിതത്വത്തോടു കൂടിയല്ലേ പാടിയത്. സോ അത് ശ്രദ്ധിക്കേട്ടോ. ഹൈയിലോട്ട് പോകുന്നതോറും ഷൗട്ട്, അതായത് ഇങ്ങനെ ആ ഒരു സ്ട്രെയിൻ വരുന്ന രീതി. ഈ ഒരു സോഫ്റ്റായിട്ട് ഒരു മിതത്വം പാലിക്കുമ്പോഴല്ലേ എനിക്ക് സ്ട്രെയിൻ ആവാത്തത്. സോ ഇത് ഡിപ്പെൻസ് ആണ് കേട്ടോ. നമ്മൾ ഏത് തരത്തിലുള്ള മ്യൂസിക്കാണ് ഈ ശ്രുതിയിൽ പാടുന്നത് അതും ഡിപ്പെൻസ് ആണ്. നമുക്കിപ്പോൾ വാമപ്പ്, ജനറലി ഒരു വാമപ്പ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടി, കാരണം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഈ മേഖലയൊന്നും പണ്ട് ഞാൻ കാണാത്ത മേഖലയാണ്. അപ്പോൾ അതിലോട്ടൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ എന്താണ് ആ ഒരു രീതിയിൽ പോകാണ്ട് കുറച്ചൊരു മിതത്വത്തോടെ പതുക്കെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഓക്കെ, ഞാൻ ചെറിയ സാമ്പിൾ മാത്രമാണ് വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സാമ്പിൾ വീഡിയോ എടുത്തിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് നമ്മളിപ്പോൾ പാടുമ്പം വോയിസ് ഇങ്ങനെ നല്ല രീതിയിൽ വാ തുറന്ന് പാടുക എന്ന് പറയത്തില്ലേ, അപ്പം അത് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. സിനിമാ പാട്ട് പലപ്പോഴും നമ്മൾ ഒതുക്കിയൊക്കെ പാടാറുണ്ട്. അപ്പോൾ ഈ ഒതുക്കി പാടുക എന്ന് പറയുന്നത് ഓപ്പണായിട്ട് പാടി ശീലിച്ച് പതുക്കെ ആ ഒരു റിഫൈൻമെൻറ്റിലേക്ക് പോവുക ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ഒതുക്കി പാടിയല്ല ശീലിക്കുന്നത്. അപ്പം ഇത് ഞാൻ എൻ്റെ ഗുരുനാഥനായ ഗൗതം സാറ് പറഞ്ഞിട്ട് ആണ് കേട്ടു. പിന്നെ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻസൊക്കെ ആണെങ്കിലും ഇവൻ 2 കോല് തൊണ്ടയിൽ വെച്ചാൽ എത്ര തുറക്കുമോ അത്രയും തുറന്ന് വേണം പാടാനെന്ന് പറയാറുണ്ട്. കാരണം അത് നമുക്ക് സ്ട്രെയിൻ കുറയ്ക്കും, ആ തുറന്ന് പാടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സി ഷാർപ്പിലാണ് ഇപ്പോൾ പാടുന്നത്.
പിന്നാണ് എനിക്ക് കുറച്ചും കൂടി എൻ്റെ അകാരം ഒന്ന് സ്റ്റേബിളാക്കാൻ പറ്റിയത് കേട്ടോ. ഈ ഹാ എന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അബ്ഡോമിനൽ ബ്രീത്തിൻ്റെ സപ്പോർട്ടും കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ വോയിസിന് ഡെപ്തും കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് ഡി ശ്രുതിയാണ് കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാൻ പറഞ്ഞത്, ഞാൻ വളരെ റീസെൻ്റ്ലി ആണ് ഇങ്ങനെ ഹൈ പിച്ചൊക്കെ ഒന്ന് പ്രാക്ടീസിലേക്ക് കൺസിഡർ ചെയ്ത് വരെ തുടങ്ങിയത്. സോ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നത് മെയിനായിട്ടും ഹാ എന്നുള്ളൊരു പ്രാക്ടീസാണ് കേട്ടോ. പിന്നെ നീരു സോണി എന്ന് പറയുന്ന ആളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. നിങ്ങളൊരു മ്യൂസീഷ്യൻ ആണെങ്കിൽ നീരു സോണി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോളൂ. ഇതുപോലെ ധാരാളം ടെക്നിക്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും, വിച്ച് എന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനൊരു കോൺഫിഡൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി ഞാനൊരു മാർഗഴി കൺസേർട്ടിന് പോയ സമയത്ത് ഞങ്ങളൊരു കൺസേർട്ട് കഴിഞ്ഞ് ഇറങ്ങി ഉടനെ ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ ചോദിച്ചു ആൾ നോട്ട് ഹാപ്പി ആൻഡ് ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഇത് മൊത്തം കള്ളത്തൊണ്ടയിലാണ് അവന് ഹൈ പിച്ചൊക്കെ പാടുന്നത്. സോ അതൊരു പണ്ടത്തെ ഒരു തെറ്റായ ഒരു വിചാരമാണ് കേട്ടോ, ഈ കള്ളത്തൊണ്ട എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് ഒരു കള്ളത്തൊണ്ട ഉണ്ടാക്കാൻ പറ്റുന്നത്? അങ്ങനെയില്ല. നമ്മൾ ഹെഡ് വോയിസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഹൈ പിച്ച് വരുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് ഒരു ഹെഡ് വോയിസ് ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഇപ്പം ഞാൻ തന്നെ ഹെഡ് വോയിസിൻ്റെ കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഈ ഹൈ പിച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നൊരു ചിന്തയെങ്കിലും വന്നത്. സോ നമുക്കിപ്പം നമ്മുടെ ചെസ്റ്റ് വോയിസ് വെച്ചിട്ട് ഇപ്പം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ ഷൗട്ട് ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ ലെവലിലായിരിക്കും ചെസ്റ്റ് വോയിസിൻ്റെ റേഞ്ച്. അതിനുശേഷം നമ്മൾ നാച്ചുറലി നമ്മൾ ഹെഡ് വോയിസ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് കള്ളത്തൊണ്ടയാണ് എന്നൊരു കൺസെപ്റ്റ് വളരെ തെറ്റായ കൺസെപ്റ്റ് ആണ്. സോ അതിനെ പേടിക്കേണ്ടതില്ല. പിന്നെ നമ്മൾ ഈ ഓപ്പേറ മ്യൂസിക്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോൾസിറ്റോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് വേറെ. ഹെഡ് വോയിസും ഫോൾസിറ്റോയും രണ്ടും വേറെയാണ് കേട്ടോ. ഇപ്പം തന്നെ ഞാനിപ്പോൾ സി ഷാർപ്പ് ഡി ഷാർപ്പിലൊക്കെ പോകുമ്പം ഞാൻ എൻ്റെ ഹെഡ് വോയിസാണ് യൂസ് ചെയ്ത് പാടുന്നത്. കാരണം അത് മെയിൽ സോൺ ആയതുകൊണ്ട് നമുക്ക് ഫീമെയിൽസ് നമ്മൾ ഹെഡ് വോയിസ് ആയിരിക്കും നാച്ചുറലി ഉപയോഗിക്കുന്നത്. ഫോൾസിറ്റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ ഒരു പാട്ട് വരെ കേട്ടോ, മറ്റേ പറയാൻ മറന്ന പരിഭവങ്ങൾ. അപ്പോൾ അതിൽ മേളിലൊരു സ്ഥലത്ത് സ്വരം പാടുന്ന സ്ഥലത്ത് സ എന്ന് പറയുന്നൊരു മേളിലോട്ട് പോകുന്നൊരു സ്ഥലത്തില്ലേ, അപ്പം ആ ഒരു സ മേളിലോട്ട് പാടുന്ന ആ ഒരു കറക്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഫോൾസിറ്റോ ആണ്. പറയാൻ മറന്ന പരിഭവങ്ങളെ നിങ്ങൾ കേട്ട് നോക്കുക. അതിൽ ഏറ്റവും ടോപ്പിൽ സ്വരങ്ങൾ പാടുന്ന സ്ഥലത്ത് സ എന്ന് പറയുന്നത് ഫോൾസിറ്റോ ആണ്. ഓക്കെ, അപ്പം ഒപ്പേറ മ്യൂസിക്കൊക്കെ നമുക്കറിയാലോ, അതൊക്കെ ഫോൾസിറ്റോ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഏതോ ഒരു ഹിന്ദി പാട്ട് ഞാൻ കഴിഞ്ഞ വർഷം പാടിയപ്പം ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൾസിറ്റോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഞാൻ ഹെഡ് വോയിസിനെയാണ് കൂടുതൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം
എൻ്റെ ജീവിതത്തിൽ കൂടുതലും ഞാൻ ചെസ്റ്റ് വോയിസിലാണ് തന്നെയാണ് കിടന്ന് അധ്വാനിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മുകളിലത്തെ റേഞ്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഹോണസ്റ്റായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ കർണാടക സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ കൂടുതലും അവരെ തന്നെ അങ്ങ് ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മൾ ജനറലി ജി ഷാർപ്പ് പാടുന്ന മുകളിലോട്ട് പാടണ്ട എന്ന് നമ്മൾ വിചാരിക്കും. ഇനി അഥവാ മുകളിൽ പാടിയിട്ടുണ്ടെങ്കിലും വളരെ യാഥാസ്ഥികരായിട്ടുള്ള ആൾക്കാരുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് കള്ളത്തൊണ്ട ഉപയോഗിച്ച് പാടരുത്, ഹെഡ് വോയിസ് ഉപയോഗിച്ച് പാടുമ്പോൾ അവരങ്ങനെ പറയും. അപ്പോൾ നമ്മൾ ഓർക്കും ഓ ശരിയാണ്, അത് കള്ളത്തൊണ്ടയാണെന്നൊക്കെ വിചാരിക്കും. സോ ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കൺസെപ്റ്റ്. നമ്മളിങ്ങനെ ഒന്നുകിൽ സംഗീതം അറിയാത്തവർ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഈ ഒരു മ്യൂസിക്കിൻ്റെ സയൻസ് അറിയാത്തവർ പറഞ്ഞു തന്നിട്ടുള്ള കൺസെപ്റ്റ്സാണ്. അതൊക്കെ ഇപ്പം നമ്മൾ എന്താ പറയുക, അൺലേൺ റീലേൺ ആ ഒരു പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ടുള്ള സയൻസ് മ്യൂസിക്കിൻ്റെ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഹാപ്പി ലേണിംഗ്.